ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ടോസ്റ്റി. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കൊഴുക്കട്ടയാണ്. കാണാൻ നല്ല ഭംഗിയാണ്, അതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ കൊഴുക്കട്ട തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു 1/4 കപ്പ് ബസ്മതി റൈസ് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കണം. നിങ്ങൾക്ക് പച്ചരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഒരു 2 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. നെയ്യാണെങ്കിൽ മാവിന് നല്ലൊരു മണവും സ്വാദുമൊക്കെ ഉണ്ടാകും. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് അളവിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഒരു തവി വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു ചൂടായ പാനിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അല്പം അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് വേണ്ടത്. ഇനി ഇതൊന്ന് നിറം മാറുന്നത് വരെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരകിയതാണ്. ഇതുകൂടെ ചേർത്ത് തേങ്ങ ഒന്ന് ഡ്രൈ ആകുന്നത് വരെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് നേന്ത്രക്കായ കൂടെ ചേർത്ത് വളരെ ചെറുതായി കട്ട് ചെയ്ത് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുക്കായ ശേഷം പഴം ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചത് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശർക്കര ഒന്ന് മിക്സ് ആയാൽ മതി, അധിക നേരം കുക്കാവേണ്ടതില്ല. ശർക്കര അലിഞ്ഞു തുടങ്ങും. ഈ ഫില്ലിംഗ് ഒരു ബൗളിലേക്ക് മാറ്റി ചൂടാറിയ ശേഷം ഓരോ ഉരുളകളാക്കിയെടുക്കാം. ഇനി എല്ലാം തന്നെ ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനായി വെച്ച അരിമാവിൽ നിന്നും ഓരോ ഉരുളകളാക്കിയെടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കാനായി ഞാനൊരു പ്ലാസ്റ്റിക് കവർ എടുക്കുന്നുണ്ട്. അതിൽ അല്പം എണ്ണ പുരട്ടി ഉരുള അതിൽ വയ്ക്കാം. ശേഷം ഒരു പാത്രം ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം.
ഇനി നമ്മൾ കുതിർക്കാൻ വെച്ച അരിയിൽ നിന്നും വെള്ളം ഊറ്റിയ ശേഷം ചെറിയൊരു ഈർപ്പത്തോടു കൂടെ തന്നെ ഓരോ ഉരുളയും അതിലൊന്ന് പൊതിഞ്ഞെടുക്കണം. ഇനി എല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു സ്റ്റീമർ ചൂടാക്കാൻ വെച്ചിരുന്നു. അതിലേക്ക് ഒരു വാഴയില ഇറക്കി അതിന് മുകളിലായി ഓരോ ഉരുളകളാക്കി വെച്ച് കൊടുക്കാം. ശേഷം അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി ഇതേ നമ്മുടെ കൊറോണ കൊഴുക്കട്ടകൾ നന്നായി വെന്ത് ക്യൂട്ടായി വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? അതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ബൈ.